നമസ്കാരം. നമ്മുടെ ഭാരതത്തിന്റെ പ്രതിരോധ മേഖല അത് വളരെ നിർണായകമായിട്ടുള്ള സ്ഥാനത്തേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. നമ്മുടെ രാജ്യം വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ സൈനിക ശക്തിയും ഒന്നാം സ്ഥാനത്തേക്ക് എത്തുന്ന കാലം വിദൂരമല്ലെന്നാണ് കഴിഞ്ഞ ദിവസം ഒരു കോൺക്ലേവിൽ പങ്കെടുക്കുന്നതിനിടയിൽ നമ്മുടെ കേന്ദ്ര പ്രതിരോധ മന്ത്രിയായിട്ടുള്ള രാജ്നാഥ് സിംഗ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ആഗോള വിപണിയിലടക്കം നമ്മുടെ ഇന്ത്യ ഒരു വലിയ ശക്തിയായി മാറുകയാണ്. ഇന്ത്യക്കുള്ള ഡിമാൻഡും വർദ്ധിച്ചു വരികയാണ്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെയുള്ള കണക്കുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ തന്നെ ഈ പ്രതിരോധ മേഖലയിലുള്ള കയറ്റുമതി വലിയ അളവിൽ വർദ്ധിച്ചിരിക്കുകയാണ്. അടുത്ത കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ അത് 50,000 കോടിയോളം എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ കേന്ദ്രത്തിന്റെ ലക്ഷ്യം എന്നുള്ളതും നമ്മൾ മുൻപ് പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് വിയറ്റ്നാമിലേക്കും നമ്മുടെ ബ്രഹ്മോസ് മിസൈലുകൾ കയറ്റുമതി ചെയ്യാനുള്ള ചർച്ചകളൊക്കെ തന്നെ നടന്നു. അത് വിജയകരമായിരുന്നു. വളരെ വേഗത്തിൽ തന്നെ കയറ്റുമതി ചെയ്യാനുള്ള കരാറിൽ ഒപ്പിടും എന്നൊക്കെയുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിൽ പ്രധാനമായിട്ട് പറയേണ്ടത് ചൈനയുടെ 4 പാടും ഇപ്പോൾ ഇന്ത്യയുടെ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലായിട്ടുള്ള ബ്രഹ്മോസ് മിസൈലാണുള്ളത്. അതായത് ബ്രഹ്മോസ് മിസൈലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ലോകത്തിലേക്കും വെച്ചുള്ള മിസൈലുകളിൽ നിന്നും അതിനെ വ്യത്യസ്തമാക്കുന്നത് ഏതാണോ ലക്ഷ്യസ്ഥാനം അതിനെ വളരെ കൃത്യതയോടുകൂടി അതിമാരകമായി കയറി അടിക്കുക എന്നുള്ളൊരു പ്രഹരശേഷി അത് ബ്രഹ്മോസിന് മാത്രം അവകാശപ്പെടാൻ പറ്റുന്ന ഒരു വസ്തുതയാണ്. സാധാരണ മിസൈലുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിനെ പറയുന്നത് സാധാരണ മിസൈലുകൾ ഒരു പരിധി വരെ അതിൻ്റെ ഇന്ധനവും അതിനുശേഷം ഒരു ഗുരുത്വാകർഷണ ബലവും ഒക്കെ വെച്ചിട്ടാണ് ആ ലക്ഷ്യത്തിലേക്ക് പോകുന്നത്. പക്ഷേ ബ്രഹ്മോസിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ആദ്യം തൊട്ട് അവസാനം വരെയും അതിൻ്റെ ഇന്ധനം തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഇനിയിപ്പോൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ലക്ഷ്യസ്ഥാനം മാറിയെങ്കിൽ അതിനെ മാറ്റി ഡൈവേർട്ട് ചെയ്തുകൊണ്ട് മറ്റൊരു സഞ്ചാരപാത സ്വീകരിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന രീതിയിലുള്ള പ്രത്യേകതകളും സവിശേഷതകളും ഒക്കെ ഉള്ള ഒരു മിസൈലാണ് ബ്രഹ്മോസ് മിസൈൽ. നമുക്കറിയാം, നേരത്തെ ഫിലിപ്പീൻസ് ആയിരുന്നു 2022 ഇന്ത്യയിൽ നിന്നും ബ്രഹ്മോസ് മിസൈലുകൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിനുള്ള ഒരു വാതിൽ തുറന്നു കൊടുത്തത്. അതിനുശേഷം നിരവധി രാജ്യങ്ങൾ UAE അടക്കം നിരവധി രാജ്യങ്ങൾ ഇന്ത്യയോട് താല്പര്യം പ്രകടിപ്പിച്ചു വന്നിട്ടുണ്ട്. വിയറ്റ്നാം വന്നു, ഇന്തോനേഷ്യ വന്നു, അങ്ങനെ നിരവധി രാജ്യങ്ങളെത്തി. അതിലിപ്പോൾ 2ാമത്തെ രാജ്യമായിട്ടുള്ള വിയറ്റ്നാമാണ് ഒരു വലിയ ഡീലിലേക്ക് വന്നിരിക്കുന്നത്. അതായത് $700 മില്യൺ ഡീലാണ്. കൃത്യമായി പറഞ്ഞാൽ 59,770 കോടി രൂപയുടെ ഡീല്. അത് ഇന്ത്യയിൽ നിന്ന് ഈ ബ്രഹ്മോസുകൾ എന്തിനു വാങ്ങുന്നു എന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട്. പ്രതിരോധ കോട്ട കനപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, ചെറുതുനിൽപ്പിന് വേണ്ടി തന്നെയാണ് ബ്രഹ്മോസ് മിസൈലുകളെ വാങ്ങുന്നത്. ബ്രഹ്മോസ് മിസൈലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ മറ്റ് വാഹനങ്ങളുടെ കണ്ണുകളിൽ പെടത്തില്ല, റഡാറിൽ പെടാതെ പാഞ്ഞു പോകാനായി സാധിക്കും. ശബ്ദത്തിൻ്റെ ഇരട്ടിയിലധികം വേഗതയിൽ സഞ്ചരിക്കാൻ സാധിക്കും. ഇനി നമ്മൾ വികസിക്കാൻ പോകുന്ന ബ്രഹ്മോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശബ്ദത്തിൻ്റെ 6 ഇരട്ടി വേഗതയിലൊക്കെ തന്നെയാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള വലിയൊരു കണ്ടുപിടുത്തത്തിലേക്കാണ് ഇന്ത്യ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫിലിപ്പീൻസും അതുപോലെ തന്നെ വിയറ്റ്നാമും ഒക്കെ എന്തിന് ഈ മിസൈൽ വാങ്ങി സൂക്ഷിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ. ചൈനയിൽ നിന്നുണ്ടാകുന്ന സമുദ്ര മേഖലയിലുള്ളയും വ്യോമ മേഖലയിലുള്ളയും ഭീഷണികൾ അതിനെ ചെറുത്ത് നിന്ന് തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഫിലിപ്പീൻസിനെ സംബന്ധിച്ച്, ഫിലിപ്പീൻസ് ഒരു ദ്വീപരാഷ്ട്രമാണ്, നമുക്കറിയാവുന്നതാണ്. ഫിലിപ്പീൻസിനെ സംബന്ധിച്ച് അവരുമായിട്ട് നിരവധി തവണ തർക്കം നടക്കാറുണ്ട്. നമുക്ക് മ്യാൻമറിൽ നടക്കുന്ന വിഷയം നമുക്കറിയാവുന്നതാണ്. ഇപ്പുറത്ത് തായ്വാനിലെ വിഷയം നമുക്കറിയാവുന്നതാണ്. അപ്പോൾ വീണ്ടും ഈ മേഖലയിൽ ഒരു കലുഷിതമായൊരു അന്തരീക്ഷം ചൈന സൃഷ്ടിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യൻ കരുത്തിനെ ആവശ്യപ്പെട്ടുകൊണ്ട് നിലവിൽ അവർ വന്നിരിക്കുന്നത്. ഇത് നമ്മളെ സംബന്ധിച്ച് നേരത്തെ കൃഷ്ണേന്ദു പറഞ്ഞതുപോലെ തന്നെ പ്രതിരോധ രംഗത്ത് നമ്മളെ സംബന്ധിച്ച് വലിയൊരു കുതിച്ചാട്ടം തന്നെയാണ്. ഈ പറയുന്നത് പോലെ ഇത്രയും നാൾ മറ്റ് രാജ്യങ്ങളെ ആശ്രയിച്ചുകൊണ്ടിരുന്ന ഇന്ത്യ പ്രത്യേകിച്ചും പ്രതിരോധ ആയുധങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ സ്വയം വികസിപ്പിക്കുന്നു. മറ്റ് രാജ്യങ്ങളുമായി ചേർന്നുള്ള ടെക്നോളജി സമന്വയിപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു. ബ്രഹ്മോസ് തന്നെ റഷ്യയുമായി ചേർന്നുകൊണ്ടാണ്. റഷ്യയ്ക്ക് P-800 എന്ന് പറഞ്ഞൊരു മിസൈലുണ്ട്. കനത്ത പ്രഹരശേഷിയുള്ളൊരു മിസൈലാണ്. അതിൽ നിന്നുള്ളൊരു പ്രചോദനം ഉൾക്കൊണ്ടാണ് നമ്മൾ ഇങ്ങനൊരു ബ്രഹ്മോസ് മിസൈൽ എന്ന ആശയത്തിലേക്ക് വന്നത്. ബ്രഹ്മോസ് മിസൈൽ എനിക്ക് തോന്നുന്നു 2005 മുതലാണ് ഇതിൻ്റെ പരീക്ഷണ കാലയളവ് ആരംഭിച്ചത്. ഇതിൻ്റെ വികസനവും കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ട പ്രക്രിയകൾ നടന്നത്. അതിനുശേഷം പലതവണയായിട്ടുള്ള പല രീതിയിലുള്ള ടെസ്റ്റിംഗ് നടത്തിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ പൂർണ്ണ സജ്ജമായി നമ്മുടെ സേനയ്ക്ക് സ്വന്തമായിട്ടുണ്ട്, മറ്റ് സേനകൾക്ക് മറ്റ് രാജ്യങ്ങൾക്ക് കൊടുക്കാനായി മാറിയിരിക്കുന്നു. അപ്പോൾ ബ്രഹ്മോസ് ആ പേര് തന്നെ കിടപ്പുണ്ട്. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ആ ഒരു സൗഹൃദം തന്നെ കിടപ്പുണ്ട്. നമ്മുടെ ബ്രഹ്മപുത്ര നദി അതാണ് ബ്രഹ്മോസിൻ്റെ ബ്രഹ്മ എന്ന് പറയുന്നത്. അതുപോലെ മോസ്കോയിലെ ഒരു നദി സൂചിപ്പിക്കുന്നതാണ് മോസ്ത എന്ന് പറയുന്ന അതിൻ്റെ ബ്രഹ്മോസ്, അങ്ങനെയാണ് ആ പേര് തന്നെ വന്നിരിക്കുന്നത്. അപ്പോൾ റഷ്യയുമായി സഹകരിച്ചുകൊണ്ട് ഇപ്പോൾ ഇതിൻ്റെ ദൂരപരിധി വർദ്ധിപ്പിക്കാനുള്ള പലതരം നീക്കങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട്. തുടക്കത്തിൽ നമുക്കങ്ങനെ വലിയൊരു പരിധിയിലുള്ള മിസൈലുകൾ വികസിപ്പിക്കാനുള്ളൊരു സാധ്യതയില്ലായിരുന്നു. കാരണം MTCR എന്ന് പറയും, മിസൈൽ ടെക്നോളജി കൺട്രോൾ റെജിം എന്ന് പറയുന്ന അതിൽ നമ്മൾ അംഗമല്ലാത്തത് കൊണ്ട് നമുക്ക് പരമാവധി ഒരു 300 കിലോമീറ്റർ ദൂരപരിധി വരെയുള്ള മിസൈലുകൾ വികസിപ്പിച്ചേ വിൽക്കാൻ സാധിക്കുകയുണ്ടായിരുന്നുള്ളൂ. നമ്മുടെ ആവശ്യത്തിനല്ല, മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാനായി.
ഇക്കഴിഞ്ഞ ഒരു 10 വർഷത്തിന് ശേഷം 2014 ശേഷമാണ് ഇന്ത്യ മറ്റ് രാജ്യങ്ങളിലേക്ക് പ്രതിരോധ ഉപകരണങ്ങൾ കയറ്റുമതി ചെയ്യുന്നതിൽ വലിയൊരു മേൽക്കൈ നേടിയത്. അപ്പോൾ 2015 ശേഷം തന്നെ ഇതിൽ ഇന്ത്യക്ക് വ്യക്തമായൊരു മേൽക്കൈ കിട്ടുകയും അതിനുശേഷം ഈ 300 കിലോമീറ്റർ പരിധി എന്നുള്ളത് നമുക്ക് ഇല്ലാതാവുകയും അതിന് പിന്നാലെയാണ് ഈ പറയുന്ന 600 കിലോമീറ്റർ വരെ റേഞ്ചുള്ള മിസൈലുകൾ വികസിപ്പിക്കാനായി ഇന്ത്യ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നാലും ഇനി ഉണ്ടായിരിക്കുന്ന ഈ ഒരു വിഷയം, ഈ കരാറ് യാഥാർത്ഥ്യമായി മാറുമ്പോൾ ഫിലിപ്പീൻസിന് ശേഷം ബ്രഹ്മോസ് സ്വന്തമാകുന്ന രണ്ടാമത്തെ രാജ്യമായി വിയറ്റ്നാം മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിനു മുമ്പ് തന്നെ മലേഷ്യയും അതുപോലെ തന്നെ പശ്ചിമേഷ്യയിലെയും ദക്ഷിണ അമേരിക്കയിലേക്കും ഒക്കെ നിരവധി രാജ്യങ്ങൾ ഇതിനുള്ള താല്പര്യം പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അവരുമായിട്ടുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരിയായിട്ടുള്ള സമയത്ത് അതിൻ്റെ മേഖലയിൽ വെച്ച് അത് കൈമാറാനുള്ള ഉറപ്പായിട്ടുള്ള ഡീലിലേക്ക് പോകും. ഇതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് പ്രത്യേകിച്ചൊരു സമതലം വേണമെന്നില്ല. ഇപ്പോൾ കരയിൽ നിന്ന് വേണമെങ്കിൽ വിക്ഷേപിക്കാം, കടലിൽ നിന്ന് വിമാനവാഹിനികളിൽ നിന്ന് വിക്ഷേപിക്കാൻ സാധിക്കും, അതുപോലെ വ്യോമ മേഖലയിൽ നിന്നും വിമാനങ്ങളിൽ നിന്ന് വിക്ഷേപിക്കാനായി സാധിക്കും. നമ്മൾ നേരത്തെ തന്നെ സുഖോയ് വിമാനത്തിൽ നിന്നും മിഗ് വിമാനത്തിൽ നിന്നും ഒക്കെ തന്നെ ഇതിൻ്റെ പരീക്ഷണങ്ങൾ നടത്തിയിരുന്നു. അതൊക്കെ വളരെ ഫലപ്രദമായിരുന്നു. 100% കൃത്യതയോടുകൂടി ലക്ഷ്യസ്ഥാനങ്ങളെ ഭേദിക്കുന്നു എന്നൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി മുന്നോട്ട് പോകുമ്പോൾ പ്രത്യേകിച്ചും ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ഒരു തുറുപ്പ് ചീട്ടായി ബ്രഹ്മോസ് ഇതിനോടകം മാറിക്കഴിഞ്ഞു. ഇനി അങ്ങോട്ട് മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. ചൈനയ്ക്കും ഒരു ഭയപ്പാടുണ്ടാകുന്ന രീതിയിലുള്ളൊരു മിസൈലായി തന്നെയാണ് ബ്രഹ്മോസിനെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. നേരത്തെ നമുക്ക് അറിയാവുന്ന 2022 ഫിലിപ്പീൻസുമായിട്ടുള്ള കരാർ, അന്ന് $375 മില്യൺ കരാറിലായിരുന്നു ഇന്ത്യ ഒപ്പിട്ടത്. ഫിലിപ്പീൻസിനെ സംബന്ധിച്ചും സമാനമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് തന്നെയായിരുന്നു ഉണ്ടായത്. ഫിലിപ്പീൻസിൻ്റെ പ്രതിരോധ മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്തുക, പ്രത്യേകിച്ചും നാവിക മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്താൻ, വ്യോമ മേഖലയിൽ കൂടുതൽ കരുത്തറിയിക്കാൻ. അപ്പോൾ മറ്റ് മിസൈലുകളെ, മറ്റ് പ്രതിരോധ സംവിധാനങ്ങളെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അവിടെ വേറിട്ടതായി ബ്രഹ്മോസ് മാറുന്നതിൻ്റെ ഒരു പ്രത്യേകതയും അത് തന്നെയാണ്. ഇനി നമുക്ക് പ്രത്യേകിച്ചെടുത്ത് പറയേണ്ടത്, ഇനി ഉടനെ തന്നെ ബ്രഹ്മോസ് 2 അത് പുറത്തിറങ്ങുമെന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. ബ്രഹ്മോസ് 2-ൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മുടെ മുൻ രാഷ്ട്രപതിയും അതുപോലെ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന APJ അബ്ദുൽ കലാം, അദ്ദേഹത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ബ്രഹ്മോസ് 2K എന്ന പേരിലാണ് ആ മിസൈൽ ഇറക്കാൻ പോകുന്നത്. അദ്ദേഹത്തിന് ഒരു ആദരവായി തന്നെയാണ് ഇന്ത്യയുടെ ഏറ്റവും കരുത്തനായിട്ടുള്ള മിസൈലിനെ അവതരിപ്പിക്കാൻ പോകുന്നത്. 600 കിലോമീറ്ററാണ് ഇതിൻ്റെ ദൂരപരിധി പറയുന്നത്. അതുപോലെ തന്നെ ഇന്ന് ഭൂമിയിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വേഗതയേറിയ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലായിട്ടും അത് മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ വലിയൊരു നേട്ടത്തിന് അരികെയാണ് നമ്മൾ നിൽക്കുന്നത്. നമുക്കറിയാം, ലോകത്തിലെ തന്നെ സൈനിക ശക്തികളിൽ ഇപ്പോൾ 4ാം സ്ഥാനത്ത് ഇന്ത്യ നിൽക്കുകയാണ്. മുന്നിലിപ്പോൾ അമേരിക്കയും അതുപോലെ റഷ്യയും ചൈനയും ഒക്കെ ഉണ്ട്. തൊട്ടുപിറകിലായി ഇന്ത്യയും നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനി വരും കാലത്ത് സമീപഭാവിയിൽ ചൈനയെ പിന്തള്ളിയും റഷ്യയെ പിന്തള്ളിയും ഒക്കെ ഇന്ത്യക്ക് പോകാൻ സാധിക്കട്ടെ എന്നുള്ളൊരു പ്രത്യാശ ഇതിലൂടെ പറയാൻ സാധിക്കും. എടുത്ത് പറയേണ്ട ഒരു വിഷയം തന്നെയാണ്. ഇപ്പോൾ ഈ ഒരു 10 വർഷത്തിനിടയ്ക്ക് ഇന്ത്യ ഉണ്ടാക്കിയ ഈ ഒരു നേട്ടം, അതായത് 70-80% മറ്റ് രാജ്യങ്ങളെ ആശ്രയിച്ചു കൊണ്ടിരുന്ന ഇന്ത്യ ഇതിപ്പോൾ 70-80% തദ്ദേശീയമായി വികസിപ്പിക്കുന്നു. ആത്മനിർഭർ ഭാരത് എന്നുള്ള ആ ഒരു ആപ്തവാക്യത്തിലൂന്നി പ്രവർത്തിക്കുന്നു. ഇത് ഒരു 70 വർഷം മുന്നേ ആരംഭിച്ചിരുന്നെങ്കിൽ ഇന്ത്യ ഇന്ന് എവിടെ എത്തുമായിരുന്നു എന്നുള്ളതാണ് നോക്കുന്നത്. ഇപ്പോഴും നമുക്ക് ഒട്ടും വൈകിട്ടില്ല എന്ന് വേണം പറയാൻ. ഇനിയുള്ള ഒരു 50 വർഷം കഴിഞ്ഞാൽ, അത് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് പറയുന്ന പോലെ 2047 ഇനിയൊരു 25 വർഷത്തിനപ്പുറം ഇന്ത്യ എവിടെ എത്തും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഈ ഒരു പോക്കാണ് പോകുന്നതെങ്കിൽ ഇപ്പോൾ ഡിഫൻസ് എക്സ്പോയിലും അതുപോലെ തന്നെ ഓരോ വർഷത്തെയും ആയുധ കയറ്റുമതിയിലുമൊക്കെ ഇന്ത്യ വലിയ കുതിച്ചുചാട്ടങ്ങളാണ് സാധിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഏകദേശം 100-ലധികം രാജ്യങ്ങളിലേക്ക് പ്രതിരോധ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നുണ്ട്. ഗ്രനേഡുകളായിക്കോട്ടെ, പിസ്റ്റളുകളായിക്കോട്ടെ. എന്തിനേറെ പറയും, നമ്മുടെ കേരള പോലീസിന് പുതിയ തോക്കുകളുടെ പുതിയൊരു ശ്രേണി ഉണ്ടാക്കുകയാണ്. രാജ്യത്ത് തന്നെ ആദ്യമായിട്ട് AK-203 എന്ന് പറയുന്ന റൈഫിളുകൾ സ്വന്തമാക്കാൻ പോകുന്നത് കേരള പോലീസാണ്. ഇത് തദ്ദേശീയമായി നിർമ്മിച്ചതാണ്, ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ച തോക്കുകളാണ്. അത് സൈനികരാണ് സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ പോലീസ് സേനയിലൊക്കെ അത് സ്വന്തമാക്കുന്ന രീതിയിലേക്ക് മാറുന്നു. അങ്ങനെ മൊത്തത്തിലുള്ള ഇന്ത്യയുടെ സുരക്ഷ, അത് പ്രാദേശികപരമായിട്ടുള്ള സുരക്ഷയായിരുന്നാലും അതിർത്തി മേഖലകളിലെ സുരക്ഷയായിരുന്നാലും അത് കൂടുതൽ ഊട്ടി ഉറപ്പിക്കുന്ന രീതിയിലേക്ക് ഈ തദ്ദേശീയത കൂടുതൽ വഴിയൊരുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അത്തരത്തിലുള്ള ഒട്ടനവധി പ്രവർത്തികൾ നടക്കുന്നുണ്ട്. അതിന് വലിയൊരു മുതൽക്കൂട്ടാണ്, ഒരു പൊൻതൂവലായി ഈ ബ്രഹ്മോസ് മിസൈൽ മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. ശത്രുരാജ്യങ്ങൾക്ക് ചങ്കെടുപ്പ് കൂടാൻ ഇതിനപ്പുറം മറ്റൊന്നും തന്നെ വേണ്ട.